നമസ്കാരം, ഞാൻ ശ്രീകുട്ടി ശ്രീകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. മലയാളത്തിന് പിറന്നാൾ മധുരം. 60ന്റെ പിറന്നാൾ ചെറുപ്പം ചൂടി ഐക്യ കേരളം. വജ്ര ജൂബിലി നിറവിൽ മലയാളം. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ മലയാളികൾക്ക് ആശംസകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധിനിവേശങ്ങൾക്കെതിരായ ചെറുത്തുനിൽപ്പ് ശക്തമാക്കാൻ ആഹ്വാനം. സംസ്ഥാനത്ത് മലയാള ഭാഷാ പഠനം നിർബന്ധമാക്കണം. മലയാളം ഭരണഭാഷയാക്കാനും പഠനഭാഷയാക്കാനും ഇതുവരെ കഴിഞ്ഞില്ല. നിലവിൽ PSCക്ക് പോലും മലയാളം മ്ലേച്ഛമാകുന്ന സ്ഥിതി. മാതൃഭാഷ പഠിക്കാതെ ബിരുദം കിട്ടുന്ന മറ്റൊരു സ്ഥലവും രാജ്യത്തുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി. കേരളപ്പിറവി വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ 1 വർഷം നീളുന്ന വജ്രകേരളം പരിപാടിക്ക് തുടക്കം. പിറവിയുടെ 60 ആണ്ട് പിന്നിടുമ്പോൾ കേരളം അഭിമുഖീകരിക്കുന്നത് വരൾച്ച ഉൾപ്പെടെ കൊടിയ വെല്ലുവിളികളെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. കേരളീയർക്ക് ആശംസ അറിയിച്ച് ഗവർണർ ജസ്റ്റിസ് P. സദാശിവം. ഇരുൾ മൂടിയ ദുരൂഹത. ഭോപ്പാലിൽ ജയിൽ ചാടിയ സിമി ഭീകരരെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്ന് പ്രതികൾ ചാടി രക്ഷപ്പെട്ടെന്ന പോലീസ് ഭാഷ്യം സംശയകരം. വിചാരണ പൂർത്തിയാകാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമം നടത്തിയത് അവിശ്വസനീയമെന്ന് വാദം. ഏറ്റുമുട്ടൽ സംബന്ധിച്ച പോലീസ് ഭാഷ്യത്തിൽ വിശദീകരണമില്ലാത്ത വൈരുദ്ധ്യം. ജയിലിൽ സുരക്ഷാ ഭടനെ വധിച്ച ശേഷം തടവു ചാടിയ പ്രതികൾ ധരിച്ചിരുന്നത് ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങളും ഷൂസും. ഇവർക്ക് ആയുധങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്നതും അജ്ഞാതം. ജയിൽ ചാട്ടത്തിന് ശേഷം പിടിക്കപ്പെടാൻ സൗകര്യം നൽകും വിധം പ്രതികൾ ഒരുമിച്ച് തുടർന്നത് എങ്ങനെയെന്ന് സംശയം. അതേസമയം സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസും CPM-ഉം ആം ആദ്മിയും. സംഭവത്തിൽ പോലീസ് നടപടിയുടെ ആധികാരികത വ്യക്തമാക്കണമെന്നും ആവശ്യം. അതിനിടെ ഏറ്റുമുട്ടൽ സംബന്ധിച്ച അന്വേഷണം NIAക്ക് കൈമാറി മധ്യപ്രദേശ് സർക്കാർ. പരാതിയിൽ ഒതുങ്ങുമോ? അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കുരുക്കുമുറുകുന്നതിനിടെ വിജിലൻസിനെ പ്രതിക്കൂട്ടിലാക്കി ചീഫ് സെക്രട്ടറിക്ക് ടോം ജോസിന്റെ കത്ത്. വിജിലൻസ് തന്നെ വ്യക്തിഹത്യ നടത്തുന്നു. അവിഹിത സ്വത്തുണ്ടെന്ന കണ്ടെത്തൽ തെറ്റ്. കേസിൽ തന്റെ ഭാഗം കേൾക്കാൻ തയ്യാറാകണമെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി. തനിക്കെതിരായ ആരോപണം ആഭ്യന്തര സെക്രട്ടറി നേരത്തെ പരിശോധിച്ച് തള്ളിയത്. ഇപ്പോൾ നടക്കുന്നത് IAS ഉദ്യോഗസ്ഥർക്കെതിരായ വിജിലൻസ് നീക്കം. തന്റെ സ്വത്ത് വിവരങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ട്. ഭാര്യയുടെ ആസ്തികൾ കണക്കിലെടുക്കാതെ FIR തയ്യാറാക്കിയതെന്നും കത്തിൽ ടോം ജോസ്. പതിവാകുന്ന പ്രകോപനം. ജമ്മു കശ്മീരിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് വീണ്ടും പാകിസ്ഥാൻ. സാംബ ജില്ലയിൽ പാക് സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിൽ 19കാരി കൊല്ലപ്പെട്ടു. RSപുര സെക്ടറിൽ നടത്തിയ വെടിവെപ്പിൽ 3 പേർക്ക് പരിക്ക്. ആക്രമണത്തെ തുടർന്ന് ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യൻ സൈന്യം. അതിനിടെ അതിർത്തി ഗ്രാമങ്ങളിൽ വീണ്ടും ഭീകരരുടെ നുഴഞ്ഞുകയറ്റം. ജമ്മുവിലെ ബന്ദിപ്പോരയിൽ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടൽ തുടരുന്നു. അജാർ ഗ്രാമത്തിൽ ഒളിച്ചിരിക്കുന്ന 3 ലഷ്കർ ഭീകരരെ സൈന്യം വളഞ്ഞു. പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷ ശക്തമാക്കി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 2820 രൂപ, പവൻ 22,560 രൂപ. വെള്ളി ഗ്രാമിന് 55 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.